നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ സ്പേസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന കോയിൻസിൻ്റെ എല്ലാം തന്നെ ടെക്നിക്കൽ അനാലിസിസും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് എടുക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഏതൊരു കാര്യമായാലും എത്ര വലിയൊരു ടെക്നോളജി ആയാലും അതിനൊരു നല്ല വശവും ഉണ്ടായിരിക്കും, അതിനൊരു ചീത്ത വശവും ഉണ്ടായിരിക്കും. ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനൊരു നല്ല വശവുമുണ്ട്, അതിനൊരു ചീത്ത വശവുമുണ്ട്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ അതിനെ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് മെയിനായിട്ട് പല രാജ്യങ്ങളും ക്രിപ്റ്റോ കറൻസീനെ ഒരു ലീഗൽ ടെൻഡർ ആയിട്ട്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ലീഗലായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവരുടെ രാജ്യത്ത് അവർ ആക്സെപ്റ്റ് ചെയ്യാത്തത് ഈ കാരണങ്ങൾ കൊണ്ട് കൂടിയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ UK ഡിക്ലെയർസ് ബിറ്റ്കോയിൻ ATMs ഇല്ലീഗൽ, ഓർഡേഴ്സ് ഇമ്മീഡിയറ്റ് ഷട്ട് ഡൗൺ. UK ബിറ്റ്കോയിൻ ATMs എല്ലാം തന്നെ ഇല്ലീഗൽ ആണെന്നും അത് ഉടനടി അടച്ചുപൂട്ടണം എന്നുള്ള ഒരു ഓർഡർ അവർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓർഡർ അവർ കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്രിപ്റ്റോ കറൻസീനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഫിയാറ്റിലേക്ക് ആക്കാൻ സാധിക്കുന്ന ഈ ഒരു ATMകൾ വഴി ഒരുപാട് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരിതെല്ലാം തന്നെ ഷട്ട് ഡൗൺ ചെയ്യണം എന്നുള്ളൊരു ഓർഡർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏതൊരു ടെക്നോളജി ആയാലും അതിനൊരു നല്ല വശവും ഉണ്ടായിരിക്കും, അതിനൊരു ചീത്ത വശവും ഉണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാനായിട്ടുള്ളൂ. ബിറ്റ്കോയിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ബിറ്റ്കോയിൻ്റെ ഒരു ചാർട്ട് അനാലിസിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ഒരു ചാർട്ടിലാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ കൃത്യമായിട്ട് ഈ ലെവൽസ് എല്ലാം തന്നെ ഏതൊക്കെ രീതിയിലാണ് ഈ ലെവൽസ് എല്ലാം വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡെയിലി ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ബിറ്റ്കോയിനിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓപ്പണിംഗ് പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ളത്, അതായത് ഈ ഒരു 42K എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഡെയിലി ക്യാൻഡിലിന് തൊട്ട് മുൻപുള്ള ആ ഒരു ഡെയിലി ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല, അതിന് താഴെയാണ് അത് ക്ലോസ് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക്, അതായത് ഈ ഒരു 31K എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കുള്ള ഒരു മൂവ്മെന്റും നമുക്ക് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെയിലി ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ആവുന്നത് ഒരു വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 13 മണിക്കൂർ കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ഫോം ആവാനായിട്ട്. മാത്രമല്ല നമുക്ക് താഴേക്ക് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വോളിയം വളരെ ചെറിയൊരു വോളിയം മാത്രമാണ്, ഏകദേശം ഒരു 10 മണിക്കൂറോളമായിട്ട് ഇവിടെ കയറി വന്നിട്ടുള്ളൂ. വളരെ ചെറിയ ഒരു ബൈയിങ് വോളിയം മാത്രമേ കയറി വന്നിട്ടുള്ളൂ. മുൻപത്തെ ക്യാൻഡിലുകളുടെ എല്ലാം വോളിയംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ആവറേജിന് മുകളിൽ വോളിയം ഇവിടെ കയറി വന്നിട്ടുള്ള കാണാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ഒരു 10 മണിക്കൂർ നേരെ ആയിട്ടും വളരെ ചെറിയൊരു വോളിയം മാത്രമേ ഇവിടെ കയറി വന്നിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബൈയിങ് വോളിയം അവിടെ കയറി വരാത്തത് കൊണ്ട് തന്നെ അധികം ബയ്യേഴ്സ് അവിടെ ആക്റ്റീവായിട്ട് വരുന്നില്ല. സെല്ലേഴ്സ് തന്നെയാണ് ഇപ്പോഴും അവിടെ കൺട്രോളിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഡെയിലി ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ ഡെയിലി ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് മുകളിലാണ് ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ലോങ് പൊസിഷൻ 42K എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. UK ബിറ്റ്കോയിൻ ATMs എല്ലാം ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് അടച്ചു പൂട്ടുമ്പോൾ ന്യൂയോർക്കിലെ നൈറ്റ് ക്ലബ്ബിൽ ബിറ്റ്കോയിൻ എതേറിയം ഒക്കെ ഒരു പേയ്മെന്റ് ആയിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. സംവർ നോവർ എന്ന് പറയുന്ന ന്യൂയോർക്ക് സിറ്റിയിലെ നൈറ്റ് ക്ലബ്ബ് ക്രിപ്റ്റോ സ്പേസിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ്. മറ്റുള്ള കാർഡ് പേയ്മെന്റ്സിനോടൊപ്പം തന്നെ ക്രിപ്റ്റോ കറൻസീസ്, അതായത് ബിറ്റ്കോയിൻ എതേറിയം ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസി പേയ്മെന്റുകളും അവർ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നൈറ്റ് ക്ലബ് പോലുള്ള ഒരുപാട് ആളുകൾ ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ക്രിപ്റ്റോ കറൻസി പേയ്മെന്റുകൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ക്രിപ്റ്റോ കറൻസി എന്താണെന്നും അല്ലെങ്കിൽ അതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ അവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ സ്പേസിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഇതുപോലെ ഓരോ സ്ഥാപനങ്ങൾ ക്രിപ്റ്റോ കറൻസി പേയ്മെന്റുകൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. ഇനി മെറ്റാവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്കെച്ചേഴ്സ് ഗ്ലോബൽ ഫുട്വെയർ കമ്പനി ഓപ്പൺസ് സ്റ്റോർ ഇൻ മെറ്റാവേഴ്സ്. സ്കെച്ചേഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ അത്ലറ്റിക് ഫുട്വെയർ ബ്രാൻഡാണ്. അവർ മെറ്റാവേഴ്സിൽ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ഡീസെൻട്രലാൻഡിലാണ് അവർ അവരുടെ സ്റ്റോർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്.
ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വെർച്വൽ ലാൻഡാണ് അവർ ലീസിന് എടുത്തിട്ടുള്ളത്. ഡീസെൻട്രലാൻഡിൽ 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ലാൻഡാണ് അവർ ലീസിന് എടുത്തിട്ടുള്ളത്. അതിലാണ് അവർ അവരുടെ സ്റ്റോർ തുടങ്ങാനായിട്ട് പോകുന്നത്. നമുക്കറിയാം മാക്സി ഇൻഫിനിറ്റിയും സാൻഡ് ബോക്സും ഒക്കെ പോലെ തന്നെ ഡീസെൻട്രലാൻഡ് മനയിലും ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ അവരുടെ സ്റ്റോറുകളെല്ലാം തന്നെ ഡീസെൻട്രലാൻഡിനകത്ത് ഓപ്പൺ ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ നമ്മൾ മുൻപ് പല വീഡിയോകളിലായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം ഒരു ഇമ്പാക്റ്റ്, ഇതിൻ്റെ എല്ലാം ഒരു ഗ്രോത്ത് നമുക്ക് ഡീസെൻട്രലാൻഡിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഗ്രോത്തിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഡീസെൻട്രലാൻഡിൻ്റെ മന എന്ന് പറയുന്ന ടോക്കണിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മനയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മനയുടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയർ ചാർട്ടിലാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട്. 1.6 മുതൽ 2.02 വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈയിങ് പ്രൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈയിങ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയായിരിക്കും. കാരണം കറൻ്റ്ലി മന എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡൗൺ ട്രെൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇവിടെ സാധിച്ചില്ല. ഇവിടെ നിന്നൊരു റിജക്ഷൻ മനയിൽ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺസും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോഴുള്ള ഈ ഒരു ഓൾ ടൈം ഹൈ, അതായത് $5.1 എന്ന് പറയുന്ന ഈ ഒരു ഓൾ ടൈം ഹൈ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് മന കുതിക്കാനായിട്ട് ചാൻസ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതെ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പേപ്പാൽ എന്ന് പറയുന്ന പേയ്മെന്റ് ജയന്റ് കമ്പനി ക്രിപ്റ്റോ സ്പേസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ക്രിപ്റ്റോ കറൻസി പേയ്മെന്റുകളെല്ലാം സ്വീകരിക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് പേയ്മെന്റ് ജയന്റ് സ്ട്രൈപ്പ് ലോഞ്ചസ് സപ്പോർട്ട് ഫോർ ക്രിപ്റ്റോ NFTs. ഫൈനാൻഷ്യൽ സർവീസ് കമ്പനി ആയിട്ടുള്ള സ്ട്രൈപ്പും ക്രിപ്റ്റോ സ്പേസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിപ്റ്റോ പേയ്മെന്റ് സർവീസുകളെല്ലാം തന്നെ അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനും NFTs വാങ്ങാനും ഒക്കെ നമുക്ക് സ്ട്രൈപ്പിന്റെ ക്രിപ്റ്റോ പേയ്മെന്റ് സർവീസുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്ട്രൈപ്പ് പോലുള്ള പേപ്പാൽ പോലുള്ള പേയ്മെന്റ് ജയന്റ് കമ്പനികളെല്ലാം തന്നെ ക്രിപ്റ്റോ സ്പേസിലേക്ക് വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതൽ ആളുകളെ ക്രിപ്റ്റോ സ്പേസിലേക്ക് ആകർഷിക്കാനായിട്ട് ഇടയാകുന്ന ഒരു കാര്യം തന്നെയാണ്. സോ തീർച്ചയായിട്ടും ക്രിപ്റ്റോ സ്പേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് വരും ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെറുതായിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. അതായത് പോളിഗൺ നെറ്റ്വർക്ക് സഫേഴ്സ് ഫ്രം എക്സ്റ്റൻഡഡ് സർവീസ് ഔട്ടേജ് ആഫ്റ്റർ അപ്ഗ്രേഡ്. പോളിഗണിൻ്റെ ഹെയ്ംദാൾ ലെയറിൻ്റെ ഒരു അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു. ആ ഒരു അപ്ഗ്രേഡിന് ശേഷം പോളിഗൺ നൈസായിട്ടൊന്ന് പണി മുടക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 11 മണിക്കൂറുകളോളം പുതിയ ബ്ലോക്കുകളൊന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോളിഗൺ ബ്ലോക്ക് ചെയിനകത്ത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവർ കൃത്യമായിട്ട് പോളിഗൺ ടീം തന്നെ കൃത്യമായിട്ട് അവരുടെ ട്വിറ്ററിലൊക്കെ അവരത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഉടനെ തന്നെ അവരത് ഫിക്സ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 11 മണിക്കൂറുകളോളമാണ് പോളിഗൺ നെറ്റ്വർക്ക് പണി മുടക്കിയത്. ഒടുവിൽ അവരത് ആ പ്രോബ്ലം അവർ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പഴയ പോലെ തന്നെ പോളിഗൺ കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോളിഗണിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റിക്കിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറുള്ള ചാർട്ടിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിലാണ് ഇവിടെ പോളിഗൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് ഏരിയ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് 1.3 മുതൽ 1.4 വരെയുള്ള ഈ ഒരു സപ്പോർട്ട് ഏരിയ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ ഈ ഒരു ഏരിയയിൽ പ്രൈസിന് റിജക്ഷൻ സംഭവിച്ചിട്ടുള്ളതായി കാണാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷമാണ് ഒരു പുതിയ ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീണ്ടും പ്രൈസ് ആ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസ് നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് തന്നെ വീണ്ടും വരുന്നുണ്ട്. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സെല്ലേഴ്സിനോട് സാധിക്കുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി മാറ്റിക് ഒരു ഡൗൺ ട്രെൻഡിലായതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 1.2 ആണ്. സോ നമുക്ക് ഈ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്കോയിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബിറ്റ്കോയിൻ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലൈനാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റിക്കും താഴേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് 1.2 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയ, പിന്നെ വരുന്നത് 1.03 എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് 0.7 എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈയിങ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു 3 ഏരിയാസ് ആയിരിക്കും. 1.2, 1.03, 0.79. ഈ 3 പ്രൈസ് റേഞ്ചുകളായിരിക്കും നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള മാറ്റിക്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈയിങ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഈ ഒരു ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക്, അതായത് 1.3 മുതൽ 1.4 വരെയുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് മുകളിലായിട്ട് തന്നെ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഒരു ഓൾ ടൈം ഹൈ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാറ്റിക് നല്ല രീതിയിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ
ഹോൾഡ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ പ്രൈസ് റേഞ്ചുകളെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ആ രീതിയിൽ പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് യാതൊരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.